പൂക്കൃഷി എന്നുള്ളത് എൻ്റെ ഒരു അജണ്ടയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമല്ലായിരുന്നു. പക്ഷേ എൻ്റെ ഔദ്യോഗിക യാത്രകളും പ്രഭാത സവാരികളുമാണ് എന്നെ ഇതിലേക്ക് അടുപ്പിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് വളരെ പ്രാവശ്യം പല സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ കിട്ടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. സർവീസ് തുടക്കം ഒറ്റപ്പാലമായിരുന്നു. അതിനുശേഷം തിരുവനന്തപുരം, തൃശ്ശൂർ, കേരളത്തിൻ്റെ മിക്കവാറും എല്ലാ ജില്ലകളിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കോഴിക്കോടായിരിക്കുമ്പോൾ 2001 അവിടെ സ്ഥിരമായിട്ട് പ്രഭാത സവാരിക്ക് പോകാറുണ്ട്. ആ പോകുന്ന വഴിക്ക് വെള്ളിമാട് കുന്നെന്ന് പറയുന്ന സ്ഥലത്ത് പെൻഷൻ പറ്റിയ 2 ബാങ്ക് ഉദ്യോഗസ്ഥർ അവർ സ്വന്തമായിട്ട് ഈ ഓർക്കിഡിനെയൊക്കെ വളർത്തുന്ന ഒരു ശീലമുള്ളവരായിരുന്നു, പ്രായം ചെന്നവരാണ്. അവരുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു ഫലനോപ്സിസ് ഓർക്കിഡ്, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്. അതിനുശേഷം ഞാൻ അവരെ വീട്ടിൽ പോവുകയും അതിനെപ്പറ്റി അവരോട് ചോദിക്കുകയും അവർ നല്ല വിശദമായി പറഞ്ഞു തരികയും ചെടികൾ ചോദിച്ചപ്പോഴേക്കും അവർക്ക് പരിചയമുള്ള മറ്റ് 1-2 ആൾക്കാരെ അടുത്തേക്ക് എന്നെ അയക്കുകയും അവിടുന്ന് ചെടികൾ എനിക്ക് സംഘടിക്കാൻ പറ്റുകയും ചെയ്തു. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് കോഴിക്കോട് തന്നെ അനേകം വീട്ടമ്മമാർ ഇതുപോലെ ഓർക്കിഡ് കൃഷി ചെയ്ത് ധാരാളം പണം ഉണ്ടാക്കുകയും അവർക്ക് വളരെ സന്തോഷം കിട്ടുകയും ചെയ്യുന്നതായിട്ട് അറിഞ്ഞത്. അങ്ങനെയുള്ള കളക്ഷൻസാണ് എൻ്റെ ഈ ടെറസിൽ നിറഞ്ഞത്. അതുപോലെ പല സ്ഥലങ്ങളിലും ഇതുപോലെ ഔദ്യോഗിക യാത്ര നടത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ എൻ്റെ ഒരു ഹോബിയായി മാറിയതുകൊണ്ട് ആദ്യം ചെല്ലുമ്പോൾ ഞാൻ അന്വേഷിക്കും എവിടെയെങ്കിലും ഓർക്കിഡ് വളർത്തുന്ന സ്ഥലങ്ങളോ നഴ്സറികളോ ഉണ്ടോ എന്ന്. അവിടെയെല്ലാം പോകും. ഈ ഔദ്യോഗിക ജീവിതകാലത്ത് കേരളത്തിലെ മിക്കവാറും എല്ലാ നഴ്സറികളിൽ തന്നെ പോയിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. അവിടെയൊക്കെ കണ്ട പ്രത്യേക തരത്തിലുള്ള ഓർക്കിഡുകളെല്ലാം എൻ്റെ ഈ കളക്ഷൻസിലുണ്ട്. ഇപ്പോൾ പൂക്കൾ അത് കാണാൻ കഴിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ ടെറസിൽ ഇങ്ങനെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ ഉള്ള പ്രധാന കാര്യം സാമ്പത്തികമേ അല്ല. കാര്യം ഒന്ന്, വീട്ടിൽ പ്രായം ചെന്ന 2 ആൾക്കാരുണ്ട്. അവർക്ക് ഈ ട്രാഫിക് നിറഞ്ഞ സ്ഥലത്തുകൂടി രാവിലെ പ്രഭാത സവാരി നടത്തി ആരോഗ്യം വീണ്ടെടുക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ടെറസിൽ കുറച്ച് ചെടികളൊക്കെ വെച്ചാൽ, ചെടികളെ ഇഷ്ടപ്പെടാത്ത മനുഷ്യരില്ലല്ലോ. അവർ രാവിലെ പല പ്രാവശ്യം ചെടികളെ കാണാനും പൂക്കളെ കാണാനും വെള്ളമൊഴിക്കാനൊക്കെ കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യും. ചെടികളോട് ഇഷ്ടം കൂടുമ്പോൾ കൂടുതൽ പ്രാവശ്യം അവർ കയറി ഇറങ്ങുകയും ചെയ്യും. അങ്ങനെ ഫിസിക്കലി അവർക്ക് ഒരു ആരോഗ്യം ഉണ്ടാകും. രണ്ടാമത് മെൻ്റലി അവർ ഒരിക്കലും ഡിപ്രസ്ഡ് ആവില്ല. അതൊരു കാര്യം. അതോടൊപ്പം തന്നെ ആശുപത്രി ചാർജ് ഒന്ന് കുറഞ്ഞ് കിട്ടും. രണ്ടാമത് കറണ്ട് ചാർജൊക്കെ ഇപ്പോൾ കൂടിക്കൂടി വരുന്നുണ്ട്. രണ്ടാമത്തെ വീട്ടിനകത്ത് നല്ല ചൂടായിരുന്നു. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത് ഒരു ഷെയ്ഡ് നെറ്റ് കിട്ടിയാൽ ചെടികളും നല്ലപോലെ വളർന്ന് കിട്ടും, വീട്ടിലെ ചൂടും ഒന്ന് കുറഞ്ഞ് കിട്ടും, കറണ്ട് ചാർജും ഒന്ന് കുറഞ്ഞ് കിട്ടും. ഇതൊക്കെ കൊണ്ടാണ് ഇത് തുടങ്ങാൻ കാര്യം. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആകാംക്ഷയായിരിക്കും. കുഞ്ഞ് ജനിച്ച് അതിൻ്റെ ഓരോ വളർച്ചയിലും അത്ര ആകാംക്ഷ, ഒരു അസുഖം വന്നാൽ അത്ര ഒരു വേദന, ഒരു പരീക്ഷയിൽ വരുന്ന നല്ലൊരു മാർക്കിട്ട് അത്ര സന്തോഷം. ഈ ചെടിയുടെ കാര്യത്തിനും അത് തന്നെയാണ്. ഒരു ചെടി നട്ട് എന്തെങ്കിലും അസുഖം പിടിച്ചൊന്ന് അഴുകിപ്പോയാൽ ഉണ്ടാകുന്ന ദുഃഖം നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് നല്ലതുപോലെ വളരുന്നതിന് വേണ്ടി ഏതെല്ലാം രീതിയിലുള്ള വളം മരുന്നുകൾ കൊടുക്കാൻ നമുക്ക് കഴിയുമോ അതെല്ലാം നമ്മൾ കൊടുക്കും. ലാസ്റ്റിലൊരു പൂമുട്ട് വിരിഞ്ഞ് വരുമ്പോൾ ആകാംക്ഷ കൂടുതലാണ്. അതിന് വിടർന്ന് വരുമ്പോൾ അതിൻ്റെ കളർ എന്തായിരിക്കും, രൂപം എന്തായിരിക്കും ഒന്ന് അറിയാനായിട്ട്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ. ഒരു ചെടി നമ്മൾ നട്ടാൽ അതിൽ നിന്ന് കുഞ്ഞു ചെടികൾ പലത് വരും. ആ രീതിയിൽ നമുക്ക് അതിനെ വളർത്തി ആ രീതിയിൽ കിട്ടും. പൂക്കൾ വിറ്റാൽ പൈസ കിട്ടും. നമുക്ക് മറ്റ് ദൂരെ നിന്നൊക്കെ ഇപ്പോൾ ഈ തായ്ലൻഡും തായ്വാനിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത പ്ലാന്റുകൾ കിട്ടും, വില കുറച്ച് കിട്ടും. നമുക്കിവിടെ കൊണ്ടുവന്ന് ഒന്ന് പരിപാലിച്ച് കൂടിയ വിലയ്ക്ക് കൊടുക്കാം. നല്ല നേട്ടം തന്നെയാണ്. കാര്യം പൂക്കളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ഇത് എവിടെ കിട്ടുമെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് മാത്രം അവർ അന്വേഷിച്ചിറങ്ങുന്നില്ല. ഉദാഹരണം തന്നെ നമ്മുടെ കനകക്കുന്നിലൊരു പുഷ്പമേള നടത്തിയാൽ 10,000 കണക്കിന് ജനങ്ങളാണ് കാണാൻ വരുന്നത്. എല്ലാവരും വാങ്ങാനല്ല, എല്ലാവരും കാണാൻ വരുന്നതാണ്.
കാര്യം പൂക്കളോട് അത്ര ഇഷ്ടം ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് എന്തായാലും എൻ്റെ ഈ ഓർക്കിഡ് കൃഷി വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പൂക്കളോടെ കൂട്ടത്തിൽ ചേർന്നാൽ നമുക്ക് വിശ്രമവേള കിട്ടില്ല. കാര്യം കൂടെ കയറി വരേണ്ടി വരും. ചെടികൾക്ക് അസുഖമുണ്ടോ എന്ന് നോക്കണം, പൂക്കൾ തിന്നാൻ വണ്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം, അതിൻ്റെ മരുന്ന് നമ്മൾ തളിച്ചോ, വളം കൃത്യസമയത്ത് കൊടുത്തോ. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞിനെ നോക്കുന്നത് പോലെയുള്ള ആകാംക്ഷ ആയതുകൊണ്ട് നമുക്ക് വിശ്രമവേള കിട്ടില്ല. കാര്യം നമ്മളെപ്പോഴും ബിസി. നമുക്ക് മറ്റു രീതിയിലുള്ള വേവലാതികളൊന്നും ഉണ്ടാകരുത്. കാര്യം നമുക്ക് ചിന്തിക്കാൻ സമയമില്ല. എന്തെങ്കിലും മറ്റു പ്രശ്നമുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ശ്രമിക്കാനായിരിക്കും നമ്മുടെ ടെൻഡൻസി. കീടശല്യം ടെറസിൽ വളരെ കുറവാണ്. കീടങ്ങൾ മെയിനായിട്ട് വരുന്ന 2 കീടങ്ങളാണ്. തട്ടുംപുറത്തായാലും 5-ാം നിലയിലായാലും ഒച്ചികൾ അവിടെ എത്തും. കണിശം ഒച്ചികൾ വന്നാൽ അതിൻ്റെ തളിരില തിന്നും, മണ്ട വെട്ടിയിടും. അത് പകൽ നമുക്ക് കാണാൻ പറ്റില്ല. രാത്രി കാലങ്ങളിൽ ടോർച്ചടിച്ച് വന്ന് നോക്കിയാൽ എല്ലാ തളിരിലയുടെയും മണ്ടയിൽ ഇരിക്കുന്ന കാണാം. അപ്പോൾ നമ്മൾ സൂചി കൊണ്ട് അതിനെ കുത്തിയെടുത്ത് ഉപ്പ് വെള്ളത്തിട്ട് കൊല്ലുക ചെയ്യുന്നത്. അത് മാത്രമേ ഫലപ്രദമായിട്ട് കണ്ടിട്ടുള്ളൂ. പ്രത്യേകിച്ച് മഴ പെയ്ത് കഴിഞ്ഞാൽ കണിശം നമ്മൾ ശ്രദ്ധിക്കണം. രാത്രി 8 മണി കഴിയുമ്പോഴേ ഇറങ്ങും. കാര്യം ബുദ്ധിയുള്ള ജീവികളാണ്. 8 മണി കഴിഞ്ഞ് ഇറങ്ങും. മനുഷ്യർ ഉറങ്ങുമ്പോഴേ അത് ഇറങ്ങത്തുള്ളൂ. രണ്ടാമത് പൂ തിന്നുന്നൊരു മഞ്ഞ വണ്ടുണ്ട്. മഞ്ഞ വണ്ട് അത് കണ്ടുപിടിക്കാൻ പാടായി. ഓരോ പൂവിലും നമ്മൾ നോക്കുമ്പോൾ കാണാം. ചില പൂവിൽ എവിടെയെങ്കിലും കടിച്ചിട്ടുണ്ടെങ്കിൽ കണിശം വണ്ടുണ്ടെന്ന് അറിയാം. ശ്രദ്ധിച്ച് നോക്കുമ്പോൾ എവിടെയെങ്കിലും വണ്ടിരിക്കും. അതും പറന്ന് പോകുന്നതിന് പിടിച്ച് കൊല്ലുക. കാര്യം മരുന്നടിച്ചാലൊന്നും ചാകുന്നതല്ല. ഈ 2 കീടബാധയാണ് ഇതിൽ സംഭവിക്കുന്നത്. പിന്നെ ഇതിന് മറ്റ് രോഗങ്ങൾ വരാറുണ്ട്. രോഗങ്ങൾ മെയിനായിട്ട് വരുന്നത് അഴികൾ രോഗവും മറ്റ് പുള്ളി ഇതൊക്കെ. അതിനായിട്ട് ഞാൻ മെയിനായിട്ട് നമ്മുടെ കൃഷി ഭവനിൽ കൃഷി ഓഫീസറാണ് മെയിനായിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാര്യം എൻ്റെ അറിവിൽപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടാകും. അപ്പോൾ അത്തരം രോഗങ്ങൾ കാണുമ്പോൾ ഞാൻ ഇലയും മുറിച്ച് നേരെ കൃഷിഭവനിൽ പോയി ജയദാസ് സാറിനെ കണ്ട് വേണ്ട മരുന്ന് പറഞ്ഞു തരും. അത് ഒന്ന് അടിച്ച് അങ്ങനെ പരിഹാരം കാണുന്നത്. ഫംഗസ് കൊണ്ടുള്ള രോഗമാണ് അധികം ഉണ്ടാകുന്നത്. ഒന്ന് അഴികൾ. ഇതെല്ലാം കുറയ്ക്കാനായിട്ടുള്ള മാർഗങ്ങളും വേറെയുണ്ട്. ഓർഗനെ സംബന്ധിച്ച് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിന് വേണ്ടത് ഈർപ്പം വേണം, വായു വേണം, വെളിച്ചം വേണം. പക്ഷേ ഓർഗന് മിതമായേ പാടുള്ളൂ. വെള്ളം കെട്ടുനിന്നാൽ അഴുകൽ രോഗം വരും, ഫംഗസ് രോഗം വരും. 4 മണിക്ക് മുമ്പ് തന്നെ ഓർഗനെ നനച്ചിരിക്കണം. സ്പ്രേ രീതിയിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. 4 മണി കഴിഞ്ഞാലോ മഴക്കാറുള്ളപ്പോഴോ ഓർഗന് വെള്ളം തളിക്കാൻ പാടില്ല. രണ്ടാമത് ഇത് ലൈറ്റ്. എല്ലാ ഓർഗനും ഒരേപോലെ ലൈറ്റല്ല. അപ്പോൾ ഓർക്കിഡ് വാങ്ങുന്ന ആൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏത് വെറൈറ്റിയാണ്. ചില ഓർഗനിന് 50% സൂര്യപ്രകാശത്തിൻ്റെ പകുതി മതി. ചിലതിന് കുറച്ചുകൂടി തണൽ വേണം. ചിലത് ഫുൾ സൂര്യപ്രകാശത്തിൽ പൂക്കൂ. നിൽക്കുന്ന ചെടി ഫുൾ സൂര്യപ്രകാശത്തിലേ അത് പൂക്കൂ. നല്ല 1 മീറ്റർ നീളമുള്ള പൂ വരുന്നതാണ് ആ ചെടി. പക്ഷേ ഇതിന് ഏകദേശം 50% വെയിലേ വേണ്ടൂ. കൂടിയാൽ ഇത് ഇല കരിഞ്ഞു പോകും. വേറെ ചിലതിന് ഫലനോപ്സിസ്, അത് അതിനേക്കാളും കുറച്ച് തണൽ വേണം. പക്ഷേ ടെമ്പറേച്ചറിന് ഉണ്ടാവില്ലേ അത് പൂക്കും. അങ്ങനെ ഓരോ വെറൈറ്റിക്കും ഉണ്ട്. വായുസഞ്ചാരം നന്നായി ഉണ്ടാകണം. നല്ല വായുസഞ്ചാരം ഉണ്ടെങ്കിലേ ഇതൊക്കെ. കാര്യം ഇതെല്ലാം ഒരു മരത്തിൽ വളരുന്ന ചെടികളായതുകൊണ്ട് ആ രീതിയാണ് ഉള്ളത്. കാര്യം വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. മരത്തിൽ വളരുന്ന ചെടിയായതുകൊണ്ട് നമ്മളിപ്പോൾ വീട്ടിൽ അവനെ പിടിച്ചു കെട്ടി വളർത്തുന്നു മാത്രമേ ഉള്ളൂ. പ്രകാശവും ചൂടും നിയന്ത്രിക്കാനാണ് നമ്മൾ വല കെട്ടിയിരിക്കുന്നത്. ഈ ഷെയ്ഡ് നെറ്റ് പ്രകാശം
തീരെ കുറച്ചുള്ളതിന് കൂടുതൽ ഷെയ്ഡ് കൊടുക്കണം. എന്തായാലും സൂര്യപ്രകാശത്തിൻ്റെ അളവ് സെയിമാണ്. പ്രകാശം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ച് കൂടുതൽ പ്രകാശം കിട്ടുന്നത്. പ്രകാശം നല്ല പ്രകാശം വേണ്ടത് ഓപ്പണായിട്ട് വെക്കണം. ഓക്കെ, പക്ഷേ എന്നാലേ പൂക്കൂ. നല്ല ചൂടും നല്ല വളവും നല്ല പ്രകാശവും ഒക്കെ ഉണ്ടെങ്കിലേ ഓർക്കിഡ് പൂക്കൂ, അല്ലെങ്കിൽ ചെടിയായി നിൽക്കുകയുള്ളൂ. ഇത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഡെൻഡ്രോബിയം എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഈ ഒരുപാട് എൻ്റെ പേഴ്സണൽ കളക്ഷൻസും പിന്നെ ബിസിനസ് ചെടികളുടെ ആവശ്യകത കൂടിയപ്പോൾ മറ്റ് തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ആൾക്കാരിൽ നിന്ന് വാങ്ങിയ വെറൈറ്റീസും ഒത്തിരിയുണ്ട്. ഇതിന് ഒരു മീഡിയം സൺലൈറ്റാണ് വേണ്ടത്. അതിനാണ് ഈ 50% ഷെയ്ഡ് നെറ്റ് കൊടുത്തിരിക്കുന്നത്. വളരെ പല കളേഴ്സും ഉള്ള ഒരു ഫ്ലവറാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്നതും കൃഷി ചെയ്യാൻ എളുപ്പവും ഉള്ള ഒരു വെറൈറ്റിയാണിത്. ഇത് ആൻറ്റിനേറ്റം എന്ന് പറയുന്ന വെറൈറ്റിയാണ്. കാര്യം പൂക്കൾക്ക് ആൻറ്റലോപ്പ് മാനിൻ്റെ കൊമ്പ് പോലെ ഉണ്ടാവും. അത് സ്പെഷ്യൽ വെറൈറ്റി ആൻറ്റിനേറ്റം. വാൻഡ മറ്റേ നഴ്സറി പോയി ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതിൻ്റെ വേരുകൾ സ്ത്രീകളുടെ മുടി പോലെ ഇങ്ങനെ താഴോട്ട് കിടക്കുക ചെയ്യുന്നത്. കാര്യം നഴ്സറിയിൽ ഇതിന് ഹ്യൂമിഡിറ്റി അധികം ആവശ്യമുള്ളൊരു ചെടിയാണ്. വേരുകൾക്ക് എപ്പോഴും നനവുണ്ടാകണം. ചെടിച്ചെടിയിൽ വേര് കുഴിച്ചിട്ട് വളർത്താൻ പറ്റില്ല. കാര്യം വേരുകൾ അഴുകിപ്പോകും. നല്ല എയറേഷൻ വേണം. വേരിൽ വെള്ളം കെട്ടുകന്നാൽ അഴുകിപ്പോകും. നമ്മുടെ ടെറസിൽ നഴ്സറി കൊടുക്കുന്ന പോലെ വെള്ളക്കെട്ട് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഇത് എൻ്റെ ഒരു രീതിയാണ്. കമ്പി വല കൊണ്ടൊരു നെറ്റ് ഉണ്ടാക്കിയിട്ട് അടിയിൽ നമുക്ക് ഈർപ്പം കൊടുക്കാൻ വേണ്ടി തൊണ്ടും മോടും ചേർന്ന് കുറച്ച് ഭാഗവും ബാക്കി ഇഷ്ടംപോലെ വായു കിട്ടത്തക്ക രീതിയിൽ വേരുകൾക്ക് ഒരു തടസ്സം കൂടാതെ പൊതിഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. കൂടെ ഇതിൽ നമ്മുടെ സ്പ്രേയർ കൊണ്ട് വെള്ളം അടിച്ചു കൊടുക്കുമ്പോൾ നല്ല ഈർപ്പം കിട്ടും. നല്ലപോലെ വളരുകയും നല്ലപോലെ പൂക്കുകയും ഇത്ര ആകർഷണീയമായ പൂ കിട്ടുന്ന വേറെ ചെടി വിരളമാണ്. ഇത് ഡാൻസിങ് ലേഡി എന്ന് പറയും, ഡാൻസിങ് ഗേൾ എന്ന് പറയും. സാധാരണ നമ്മൾ കാണുന്ന യെല്ലോ ഡാൻസിങ് ഫ്ലവറാണ് കാണുന്നത്. ഓൺസീഡിയം വെറൈറ്റിയാണ്. ഇത് ഷാരി ബേബി, നല്ല സ്മെല്ലായിരിക്കും. മിക്കവാറും എപ്പോഴും പൂക്കുന്ന ഒരു വെറൈറ്റി. ഇതെല്ലാം ഇതുപോലെ തണ്ട് വന്നിട്ട് ഏകദേശം 1 മീറ്റർ ഹൈറ്റിൽ നിറച്ച് പൂക്കളുണ്ടാകും. 2-3 ആഴ്ച മണത്തോടു കൂടി അത് നിലനിൽക്കും. ഇത് ഡെൻഡ്രോബിയം നൊബൈൽ ആനുവൽ ഫ്ലവർ ചെയ്യുന്നതാണ്. ഫ്ലവേഴ്സെല്ലാം ഇതുപോലെ ആയിരിക്കും. ഇലയോടൊപ്പം നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ചുവന്ന പല കളേഴ്സിലുണ്ട്. ഇതിപ്പോൾ ചുവന്ന പൂക്കളായിരിക്കും ഇതിൻ്റെ. ഡെൻഡ്രോബിയം നൊബൈൽ വളരെ ഫേമസ് ആയിട്ടുള്ള ആണ്. ലോകത്തെല്ലാ സ്ഥലത്തും ഉള്ള ചെടികളാണ്. വീട്ടിൽ നമ്മൾ ചെറിയ ചെടിച്ചട്ടിയിലൊക്കെ വയ്ക്കാൻ ഭംഗിയുള്ളതായിരിക്കും. ഇത് ഗ്രാമറ്റോഫൈലം സ്ക്രിപ്റ്റോ എന്ന് പറയും. വലിയ ഫ്ലവർ 2 ആനക്കൊമ്പുകൾ നിൽക്കുന്നത് പോലെ ഇരിക്കും. ഇതിൻ്റെ ഒരു ബഞ്ചിൽ 100 കണക്കിന് ഫ്ലവർ ഉണ്ടാവും. ഒരു ഗ്രീനിഷ് യെല്ലോ വെറൈറ്റിയാണിത്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പൂത്ത് വരുമ്പം വളരെ മനോഹരമായിരിക്കും. ഒത്തിരി ദിവസം നിൽക്കുകയും ചെയ്യും. ഗ്രാമറ്റോഫൈലം സ്ക്രിപ്റ്റം. ഇത് ഫോക്സ്റ്റൈൽ ഓർക്കിഡ് എന്ന് പറയും. റിംഗോ സ്റ്റൈലിസ് റെറ്റൂസ. ഇതിന്ന് ഒരു ചെടിയിൽ നിന്ന് 2-3 ഫ്ലവർ ബഞ്ച് വരും. കുറുക്കൻ്റെ വാല് പോലെ ഇരിക്കും. വൈറ്റും പിങ്കും ചേർന്ന് അത്ര മനോഹരമായ പൂക്കളായിരിക്കും ഇത്. ഇയർലി ഫ്ലവർ ചെയ്യുന്നതാണ്. റിംഗോ സ്റ്റൈലിസ് റെറ്റൂസ.
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 10 വിളകൾക്ക് കാലാവസ്ഥാ അധിഷ്ഠിത ഇൻഷുറൻസ്. ഉണക്ക റബ്ബർ ഉൽപ്പന്ന നിർമ്മാണത്തിൽ പരിശീലനം. 3 വരി കളയിളക്കൽ യന്ത്രം വിപണിയിൽ. വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സബ്സിഡിയോടെ അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനി ഓഫ് ഇന്ത്യ കേരളത്തിൽ ആദ്യമായി കാർഷിക വിളകൾക്ക് കാലാവസ്ഥാ അധിഷ്ഠിത ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തുന്നു. തുടക്കത്തിൽ 10 വിളകളാണ് പദ്ധതിയിലുള്ളത്. കേരളത്തിലെ പ്രധാന വിളകളായ നെല്ല്, തെങ്ങ്, വാഴ, കുരുമുളക്, പൈനാപ്പിൾ, ഏലം, ഇഞ്ചി, മഞ്ഞൾ, കമുക്, കരിമ്പ് എന്നിവയ്ക്കാണ് സംരക്ഷണം ലഭിക്കുക. അമിതമായ മഴ, മഴക്കുറവ്, അകാല മഴ, ഉയർന്ന അന്തരീക്ഷ ഊഷ്മാവ്, ശക്തമായ കാറ്റ് തുടങ്ങിയ കാരണങ്ങളാൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കാണ് ഇൻഷുറൻസ് പരിരക്ഷ. കേരളത്തിലുടനീളമുള്ള 131 കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളുടെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് ഇൻഷുറൻസ് ക്ലെയിം തീരുമാനിക്കുന്നത്. നെൽകൃഷിക്ക് പ്രീമിയത്തിന്റെ 75%വും മറ്റ് വിളകൾക്ക് 50%വും സബ്സിഡിയായി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇനി പറയുന്നു: 9895768333. കേരള കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ജൈവ ഫാമുകളുടെ വിവരശേഖരണത്തിനുള്ള പ്രോജക്റ്റിന്റെ പൈലറ്റ് ഘട്ടത്തിലേക്ക് ഇടുക്കി, കാസർഗോഡ് ജില്ലകളിൽ ഫീൽഡ് ലെവൽ ഡേറ്റ ശേഖരണത്തിന് മേൽനോട്ടം വഹിക്കാൻ പ്രോജക്ട് അസിസ്റ്റന്റ്, പ്രോജക്ട് അസോസിയേറ്റ് എന്നീ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സോഷ്യൽ ലൈഫ് അല്ലെങ്കിൽ ലൈഫ് സയൻസിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ BSc അഗ്രികൾച്ചർ, സർവേകൾ നടത്തിയുള്ള പ്രവൃത്തി പരിചയം, സർവേകൾ നടത്തിയുള്ള സോഫ്റ്റ്വെയർ നിർമ്മാണം, സർവേ അഡ്മിനിസ്ട്രേഷൻ, ടാബ്ലേഷൻ എന്നിവയിലുള്ള പരിചയം, ഡേറ്റ ശേഖരണത്തിന് യാത്ര ചെയ്യാനുള്ള സന്നദ്ധത എന്നീ യോഗ്യതകളാണ് പ്രോജക്ട് അസോസിയേറ്റിന് ആവശ്യം. ജോലിയുടെ കാലാവധി 2014 ഓഗസ്റ്റ് മുതൽ 2015 ജനുവരി വരെ. തസ്തികയുടെ എണ്ണം 1. പ്രോജക്ട് അസിസ്റ്റന്റുമാരുടെ 4 ഒഴിവുകളുണ്ട്. BHSC അഗ്രികൾച്ചർ പാസ്സായവരും സർവേ നടത്തി പരിചയമുള്ളവരാണ് അപേക്ഷിക്കേണ്ടത്. ജോലിയുടെ കാലാവധി 2 മാസം. ഓഗസ്റ്റ് 2-ാം തീയതിക്ക് മുമ്പ് അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇമെയിൽ ID recruit@icfos.in. ഉണക്ക റബ്ബറിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. കോട്ടയത്തെ റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഗസ്റ്റ് 4 മുതൽ 13 വരെയാണ് പരിശീലനം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0482235325. വെബ്സൈറ്റ് www.rubberboard.org.in. തിരുവനന്തപുരം ജില്ലയിലെ ഇടവ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി നടപ്പിലാക്കുന്ന കാർഷിക കർമ്മസേനയിലേക്ക് കർഷക തൊഴിലാളികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സിന് മുകളിൽ പ്രായമായവരും കർഷക തൊഴിലാളികളും ഇടവ ഗ്രാമപഞ്ചായത്ത് നിവാസികളും ഓഗസ്റ്റ് 24-ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായി നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷകൾ കൃഷിഭവനിൽ രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക: 04702663 കോട്ടയം ജില്ലയിലെ ഉഴവൂർ ബ്ലോക്കിൽ ക്ഷീരവികസന വകുപ്പ് മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് ഗോധനം പദ്ധതി പ്രകാരം 2 പശു യൂണിറ്റ്, 5 പശു യൂണിറ്റ്, 10 പശു യൂണിറ്റ്, 5 കിടാരി യൂണിറ്റ്, 10 കിടാരി യൂണിറ്റ്, കാറ്റിൽ ഷെഡ്, മിൽക്കിംഗ് മെഷീൻ എന്നിവയിലേക്ക് ക്ഷീരകർഷകർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ജൂലൈ 31-ന് മുമ്പ് അപേക്ഷ സമർപ്പിക്കണം. നിരയിൽ കളയിളക്കുന്ന എഞ്ചിൻ ഘടിപ്പിച്ച കളയിളക്കി യന്ത്രം വിപണിയിൽ ലഭ്യമാണ്. യന്ത്രത്തിന്റെ ഭാരം 15 കിലോഗ്രാം മാത്രമായതിനാൽ സ്ത്രീകൾക്കും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാം. ഒരു ദിവസം 4 മുതൽ 5 ഏക്കർ വരെ സ്ഥലത്ത് കളയെടുക്കാൻ സാധിക്കും. പെട്രോൾ ഇന്ധനമായി ഉപയോഗിക്കുന്ന കളയിളക്കൽ യന്ത്രത്തിന് 50,000 രൂപ മുതൽ 80,000 രൂപ വരെയാണ് വില. കൂടുതൽ വിവരങ്ങൾക്ക് മിത്ര നികേതൻ KVKയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 944 774 1347. ആട് വളർത്തൽ വ്യാപകമാക്കുന്നതിന് മൃഗസംരക്ഷണ വകുപ്പ് പദ്ധതി നടപ്പിലാക്കുന്നു. 500 ഉപഭോക്തൃ യൂണിറ്റുകൾ സ്ഥാപിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയിൽ ഒരു യൂണിറ്റിന് 25,000 രൂപ ധനസഹായമായി ലഭിക്കും. ഇതിന് മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട് അപേക്ഷ നൽകണം. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കൃഷിഭവനിൽ നെടിയ ഇനത്തിലുള്ള മേൽത്തരം WCT തെങ്ങിൻ തൈകൾ വിതരണത്തിന് തയ്യാറായി. തൈ ഒന്നിന് 60 രൂപയാണ് വില.
കൂടാതെ കൃഷിഭവൻ പരിധിയിൽ വെറ്റില കൃഷി ചെയ്യുന്ന കർഷകർക്ക് ആനുകൂല്യത്തിനായി ഈ മാസം 30-ാം തീയതിക്കകം കൃഷിഭവനിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി ക്വിൻ്റലിന് 15,300 രൂപ, കോഴിക്കോട് 16,000 രൂപ, തൃശൂർ 15,350 രൂപ. കൊപ്ര കൊച്ചി 10,600 രൂപ, കോഴിക്കോട് 10,800 രൂപ, തൃശൂർ 10,265 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 72,000 രൂപ, കുരുമുളക് ഗാബിൾഡ് 75,000 രൂപ, ചുക്ക് മീഡിയം 31,000 രൂപ, ബെസ്റ്റ് 32,500 രൂപ. മഞ്ഞൾ സേലം 7,000 രൂപ, ഈറോഡ് 7,200 രൂപ. അടയ്ക്ക പുതിയത് 26,000 രൂപ മുതൽ 27,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 13,200 രൂപ, RSS 4 ഗ്രേഡ് 13,900 രൂപ. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 13,300 രൂപ, RSS 4 ഗ്രേഡ് 13,900 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 15,300 രൂപ, കൊപ്ര 10,600 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,200 രൂപ, റോട്ടറി 3,000 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 72,000 രൂപ, കുരുമുളക് ഗാബിൾഡ് 75,000 രൂപ, ചുക്ക് മീഡിയം 31,000 രൂപ, ചുക്ക് ബെസ്റ്റ് 32,500 രൂപ. മഞ്ഞൾ നാടൻ 6,200 രൂപ, അടയ്ക്ക പുതിയത് 26,000 രൂപ മുതൽ 27,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 225 രൂപ മുതൽ 275 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 450 രൂപ മുതൽ 475 രൂപ വരെ. ജാതിപത്രി 750 രൂപ മുതൽ 900 രൂപ വരെ. ഗ്രാമ്പു 900 രൂപ മുതൽ 10,025 രൂപ വരെ. റബ്ബർ RSS 5 ഗ്രേഡ് 13,200 രൂപ, RSS 4 ഗ്രേഡ് 13,900 രൂപ. ഒട്ടുപാൽ 9,000 രൂപ, ലാറ്റക്സ് 9,800 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് കർഷകരെ ആവേശം കൊള്ളിച്ച് ഉൽപ്പന്നത്തിന്റെ വില 75,000 രൂപയായി. കുരുമുളക് റെക്കോർഡ് വിലയിലാണ് ഇടപാടുകൾ തുടങ്ങിയത്. വിപണി ചൂട് പിടിച്ചെങ്കിലും കാര്യമായ ചരക്ക് വിൽപ്പനയ്ക്ക് എത്തിയില്ല. അതേസമയം കുരുമുളകിന്റെ ഉയർന്ന വില വിദേശ ഓർഡറുകൾക്ക് തടസ്സമായി. ഏലക്കയിൽ വാങ്ങൽ താൽപര്യം ശക്തമായി. ഇന്ന് കുമളി ലേലത്തിനെത്തിയ 21,582 കിലോ ചരക്ക് പൂർണ്ണമായും വിറ്റഴിഞ്ഞു. കയറ്റുമതിക്കാരും ആഭ്യന്തര വ്യാപാരികളും രംഗത്ത് സജീവമാണ്. മികച്ച ഇനങ്ങൾ കിലോഗ്രാമിന് 1,001 രൂപയിൽ കൈമാറ്റം നടന്നു. റബ്ബർ വിപണിയിലെ തളർച്ച തുടരുന്നു. താഴ്ന്ന വിലയ്ക്കും കാര്യമായ ഷീറ്റ് സംഭരിക്കാൻ വ്യാപാരികൾ മടിച്ചു. തോട്ടം മേഖലയിൽ പുലർച്ചെ നിലനിന്ന മഴ ടാപ്പിംഗ് തടസ്സപ്പെടുത്തി. 4-ാം ഗ്രേഡ് 13,900 രൂപയിലാണ്. നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമില്ല. അതേസമയം എണ്ണയുടെ ഉയർന്ന വില മൂലം പ്രാദേശിക മാർക്കറ്റുകളിൽ വിൽപ്പന ചുരുങ്ങി. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 30.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 30.8 23, കൊച്ചി 30.8 23, ആലപ്പുഴ 31.3 23, പുനലൂർ 30.6 21.8, തിരുവനന്തപുരം 30.4 23.2. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.